എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ പ്രകാശം നേരെ ബാലന്റെ അടുത്തേക്ക് എത്തുവാണ്. അപ്പൊ ബാലന്റെ അടുത്ത് വെച്ച് എന്താ ബാലണ എന്നെ വിളിച്ചെന്താന്ന് ചോദിക്കുവാണ്. എനിക്ക് വല്ല ജോലി എന്തെങ്കിലും തരാനാണോ വർക്ക്ഷോപ്പില്? പിന്നെ നിനക്ക് ജോലി തരാനായിട്ട് നല്ല കഥയായിപ്പോയി. അതെന്താ ബാലണ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ജോലി തന്നാ എന്താ കുഴപ്പം? ഞാൻ എന്താ ബാലണ്ണന്റെ എന്തേലും ഇതുവരെയായിട്ട് എന്തേലും ദോഷം ചെയ്തിട്ടുണ്ടോ? നീ എനിക്ക് ദോഷമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ രൂപയൊക്കെ എനിക്ക് തിരിച്ചു തരാനുള്ളൂ. അല്ലറ ചില്ലറ രൂപയോ? കുറെ തവണയായിട്ട് നിന്നെ കുറെ പൈസ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചു തന്നിട്ടില്ല. അത്തരം പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓ, ഇപ്പൊ അത് പറയാനാണ് എന്നെ കൂടെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. അതല്ല, നിനക്ക് വളയം പിടിക്കാൻ അറിയാവുന്ന കാര്യമല്ലേ? അറിയാം. അതൊരു കാര്യം ചെയ്യ, ഒരു ഓട്ടം പോകാനുണ്ട്. ഓട്ടം പോരാ, അതെ, ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ഡ്രൈവറെ വേണം പോലും. അപ്പം ഞാൻ നിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കിട്ടുവാണ് നല്ല കാര്യമല്ലേ? പക്ഷെ ലോങ് പോകേണ്ട വരുമോ? അതൊന്നും എനിക്കറിയത്തില്ല. അത് നീ അവരോട് നേരിട്ട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. നീ എന്താണെങ്കിലും കുഴപ്പമില്ല ബാലണ്ണ. ഈ സമയത്ത് എനിക്കൊരു ജോലി ആവശ്യമാണ്. അറിയാലോ, എൻ്റെ അമ്മ അവരാണെങ്കിൽ ആ രാഹുലിന്റെ വീട്ടിൽ പോയി കിടന്ന് പാത്രം കഴിയുക. ഇപ്പം ഞങ്ങളുടെ കുടുംബം തന്നെ മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് എവിടെയുള്ള സ്വസ്ഥതയെ അമ്മേനെ ഒന്ന് ഇരുത്തണം. ഈ പ്രായമായ സമയത്ത് അമ്മയുടെ കഷ്ടപ്പാടുകളൊന്ന് മാറ്റണം. അത് മാത്രം എനിക്കൊരു ആഗ്രഹമുള്ളൂ. കൊള്ളാം, നീ ഇനിയിപ്പോൾ അതിനിറങ്ങി തിരിച്ചോ. കാരണം നീ പുന്നരിച്ചു കൊണ്ടാണ് നിന്റെ മകൻ ജയിലിലാണല്ലോ അല്ലേ? ആ കാര്യം ഞാനങ്ങോട്ട് മറന്നു വേടാ പ്രകാശം എന്ന് പറഞ്ഞ് പ്രകാശമായിട്ടൊരു കുത്തു കൊടുക്കണം. എന്തേലും ആട്ടെ, അവർ വന്ന് വിളിക്കുമ്പോൾ നീ ആ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് പ്രകാശം പറയാണ്. പിന്നീട് രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേനൻ വരുവാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപയോട് ചോദിച്ചു, അല്ല ഇപ്പൊ സരുവിന് എത്ര വയസ്സായെന്ന് ചോദിക്കുകയാണ്. അവൾക്ക് ഇപ്പൊ 24 വയസ്സ്. അവളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റും അവളുണ്ടായ സമയമൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്. അതാരാന്നറിയാവോ? താര. അതെനിക്കറിയാം ചന്ദ്രേട്ട. ചന്ദ്രേട്ടൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? താരയുടെ കാര്യം ഓർത്താൽ തന്നെ സങ്കടം വരും. ഞാൻ കുറെ കാലം അനുഭവിച്ചല്ലേ. എൻ്റെ മക്കളെ എന്നിൽ നിന്ന് നീ അടർത്തി മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചു. പിന്നീട് നീ അവരെ ഇവിടെ നിന്നും കൂടെ ഇറക്കി വിട്ടു. എന്നിട്ടോ അവസാനം സംഭവിച്ചത് എന്താ? ആ ഒരു വിഷമം, മക്കളെ കാണാൻ ഞാൻ അനുഭവിച്ച വിഷമം എനിക്ക് എത്രയാണെന്ന് മനസ്സിലാവും. അതേ വേദന തന്നെ ഇപ്പൊ താര അനുഭവിച്ചുകൊണ്ടിരിക്കണേ. സ്വന്തം മകളെ ഒന്ന് അടുത്ത് കാണാനും കെട്ടിപ്പിടിക്കാനും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ല ചന്ദ്രേട്ട, ഇപ്പോഴിതൊക്കെ പറയുന്നതിന് കാരണം എന്താ? അവരെന്നോട് കാര്യം പറഞ്ഞു. അവർക്ക് അവരുടെ മകളെ ഒന്ന് കാണണം, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഞാനത് സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ചന്ദ്രൻ എന്ത് വർത്താനേ പറയണേ? സരു ഇതൊക്കെ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സരുവിനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ബെസ്റ്റ്. അമ്മയാന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അങ്ങനെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. അപ്പൊ നമുക്കൊരു പോംവഴി കണ്ടെത്തിയാൽ മതിയാവുന്ന പറയണേ. എന്ത് പോംവഴിയാ? അല്ല, നിനക്ക് അവളെ ഇന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കണം. അത് ഞാൻ നോക്കാം. അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റെന്ന്. എന്ത് കാര്യം? പിന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ ധൈര്യമായിട്ടിരിക്കുക. ആദ്യം നീ സരുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. ഇനിയിപ്പോ സരുവിനെ ഇവിടെ വരുത്താനുള്ള വിദ്യയൊക്കെ വേണേ എനിക്കറിയാം. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി. കിരൺമോനെ മനോഹരനോട് പറഞ്ഞ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ. ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. പിന്നീട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാ. അങ്ങനെയല്ല ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാന്ന് പറഞ്ഞ് താരയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് പറയാം. ഇത് കേട്ടതിന് രൂപ പറഞ്ഞു, മുമ്പായിരുന്നെങ്കിൽ എനിക്ക് ഒരുക്കമല്ലായിരുന്നു. കാരണം താര എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്. ഇപ്പൊ എനിക്ക് അവരുടെ നിങ്ങളുടെ എല്ലാം നിരപരാധിത്വം മനസ്സിലായി. അതുകൊണ്ട് എത്ര വേണം താഴാനും ഞാൻ ഒരുക്കുക. കാരണം സ്വന്തം അമ്മയ്ക്ക് മകളെ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ലേ? അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ എനിക്ക് ഒരുക്കുവെന്നാണ്. ശരി, എന്നാ നീ അങ്ങനെ ചെയ്യ്. ഞാൻ കല്യാണി മോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന ഇറങ്ങുവാണ്. പിന്നീട് നേരെ കല്യാണിന്റെ അടുത്തേക്കാണ് പോകുന്നത്. കല്യാണിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രസേന വരുന്ന സമയത്ത് ചന്ദ്രസേന പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ അറിയാലോ മോളെ, എനിക്കറിയാം. എനിക്ക് അമ്മയോട് യോജിക്കാൻ എപ്പോഴും താല്പര്യം. അമ്മ പറഞ്ഞാൽ എത്ര വേണം താഴാനും ഞാനും ഒരുക്കുക. കാരണം താരാൻറ്റിക്ക് ഇനിയെങ്കിലും ഒരു ദിവസം ആൻറ്റിയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം. സരുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് മോഹം. ഒരു പക്ഷെ സ്വഭാവത്തോട് ഒരു കാരണവശാലും അവള് സമ്മതിക്കില്ല. അതിന് സരുവിന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്ന. ഇനിയിപ്പം അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അവള് താരാൻറ്റിയെ സ്നേഹിക്കാനായിട്ട് കൂട്ടാക്കില്ല. ഇത് കേട്ടപ്പം ചന്ദ്രസേനോട് ശരിയാ മോള് പറഞ്ഞ്. അവരിങ്ങനെ ഒരു ആഗ്രഹം വന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ എതിരപ്പുറം പറയാൻ തോന്നിയില്ല. സ്വന്തം അമ്മയല്ലേ, അവർക്കും ഇല്ലേ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറയാം. ഈ സമയത്ത് ഓട്ടോറിക്ഷയെ താര അങ്ങോട്ട് വന്ന് ഇറങ്ങണേ. താര പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് താര ചോദിച്ചു, ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടല്ലേ സേനോട് ചോദിക്കുക. ബുദ്ധിമുട്ടോ? ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നീട് കാര്യമുണ്ട് കേട്ടോ. ദേ, ഈ ആഗ്രഹം എന്നത്തോടുകൂടി നിർത്തിയാക്കണം. ഇനി ഇതുപോലത്തെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് വന്നേക്കരുത് എന്ന് പറയണേ. ഇല്ല, ഒരിക്കലും വരത്തില്ല എന്ന് പറയണം. എന്നാ ശരി, വണ്ടിയിലേക്ക് കയറാൻ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് പോവാ. പിന്നെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് പകല് മുഴുവനും മോളുടെ കൂടെ അവിടെ നിൽക്കുക. പിന്നെ രാത്രിയാകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. രൂപയുടെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയാം. ശരിയെന്നൊക്കെ പറയാം. പിന്നീട് നേരെ രൂപേനെ വിളിക്കുന്നുണ്ട്. രൂപേനെ വിളിച്ചിട്ട് അതെ
താര അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പകല് ഞാനിപ്പോൾ അവിടെ ആക്കാൻ പോവാ, കല്യാണത്തെ കൂടെ ആക്കാൻ പോവാ. രാത്രിയിൽ അവളെ അങ്ങോട്ട് കൊണ്ടിരുന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. ശരി ചന്ദ്രേട്ടാന്ന് പറഞ്ഞിട്ട് കോള് വെക്കുവാണ്. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സരിയോ രൂപയുടെ അടുത്തേക്ക് വരുവാണ്. രൂപയുടെ അടുത്തേക്ക് സരിയോ വന്നു കഴിഞ്ഞിട്ട് ഇത് കണ്ട് കാഴ്ച കണ്ടപ്പോൾ രൂപയ്ക്ക് സഹിച്ചില്ല. അവൾ ഇറങ്ങി വരുന്നത് കണ്ടില്ലേ? ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ, ഇവളോടും തനിക്ക് ശത്രുത. പക്ഷെ എന്ത് ചെയ്യാൻ, ആ താരയെന്ന് പറഞ്ഞ പാവ സ്ത്രീയുടെ മോളായതുകൊണ്ട് മാത്രം ഇവളോട് ക്ഷമിക്കുന്ന. അങ്ങനെ സരിയു സന്തോഷത്തോടെ കയറി വരുവാണ്. വന്നിട്ട് ചോദിച്ചു, അല്ല ആന്റി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല മോളെ എന്ന് പറയാം. മോള് കയറി വാ. ആന്റി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ സന്തോഷിക്കാതിരിക്കുവോ? ഞാൻ മോളെ കണ്ട് കുറേ ദിവസമായില്ലേ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മോളെ അപ്പോഴും മിസ് ചെയ്തു. അതാ ഞാൻ മോളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാ. അല്ല ആന്റി എനിക്ക് എന്തോ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. പിന്നെ ഉണ്ടാക്കിയിട്ടില്ലെന്നോ? മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. അല്ല ആ സ്ത്രീ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുക. ആര്? ആ വേലക്കാരി. ഇല്ല യാമിനി വീട്ടിൽ പോയെന്ന് പറയാം. നന്നായി. അല്ല മറ്റൊരാളിലും വരാറുണ്ടോയെന്ന് ചോദിക്കുക. കിരണും കല്യാണിയും. അവരങ്ങനെ വല്ലപ്പോഴും വരാറുള്ളൂ. അതെ ഞാൻ വന്നിട്ടുണ്ടല്ലോ ആൻറ്റി. ഒരു കാര്യം ചെയ്യാം, ആൻറ്റി അവരോട് വിളിച്ചു പറ ഇങ്ങോട്ട് വരണ്ടാന്ന്. മോള് വന്നാൽ പിന്നെ അവർ ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ അതൊക്കെ അവരോട് വിളിച്ച് സെറ്റ് ചെയ്തോളാന്ന് പറയണേ. ഈ സമയം സരിയെ പോയി ഡൈനിങ് ടേബിളിൽ പോയി നോക്കണം. ആഹാ കൊള്ളാലോ, കുറേ വിഭവങ്ങളുണ്ടല്ലോ എന്ന് പറയാണ്. ഇതെല്ലാം മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന, എനിക്കിഷ്ടമായെന്ന് പറയാണ്. അല്ല മോൾ അവിടെ പോഷകാഹാരങ്ങളൊന്നും കഴിക്കാറില്ലെന്ന് ചോദിക്കാം. ഉണ്ട് ആൻറ്റി, ഞാനാണെങ്കിൽ എപ്പോഴും കഴിക്കും. മനുവേട്ടൻ നിർബന്ധിച്ച് തീറ്റിക്കുന്നേ. മനുവേട്ടൻ ഞാനെന്ന് വെച്ചാൽ ജീവന, വയറ്റി വരുന്ന കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ സമയം രൂപ മനസ്സിൽ പറയാം, അതേടി ഭയങ്കര ഇഷ്ടമാണ് അവനിത് എത്ര കണ്ടേക്കുന്നു, എത്ര ഭാര്യമാര് എത്ര മക്കളെ കണ്ടേക്കുന്നു. പിന്നെയാണ് അവന് നീയ്. അധികം വൈകാതെ തന്നെ അവൻ നിന്നെ പറ്റിച്ചിട്ട് പോകും. അല്ല നീ കണ്ടോളാൻ പറയാണ്. പിന്നീട് പോയി ചന്ദ്രസേനെ വിളിക്കുക. ചന്ദ്രസേനെ വിളിച്ചിട്ട് സരിയു വന്നിട്ടുണ്ടെന്ന് പറയാം. അതെ നീ അവിടെ പിടിച്ചെടുത്ത. ഇന്നൊരു കാരണവശാലും അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ലെന്ന് പറയാം. ഇല്ല ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. പിന്നീട് ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രസേന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രൂപ പറഞ്ഞു, ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? ഇതെല്ലാം ആകും. ഓക്കെയോ, നീ ധൈര്യമായിട്ടിരിക്കെ. വൈകുന്നേരം ആകുമ്പത്തേന് ഞാൻ താരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. പിന്നെ നമ്മൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് പറയാം. ശരി എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് ഫുഡെല്ലാം കഴിച്ച് രാത്രിയായി കഴിഞ്ഞപ്പം സരിയു മുറിയിലേക്ക് വരുവാണ്. ഈ സമയം രൂപ അങ്ങോട്ട് വന്നിട്ട്, അല്ല മോള് ശരിക്കും ഫുഡ് കഴിച്ചാൽ നന്നായിട്ട് കഴിച്ചാൽ എനിക്ക് വയറ് നന്നായിട്ട് കഴിച്ചു, ഇത് മതിയെന്ന് പറയണം. എന്നാൽ ഇത് പാലും കൂടെ കുടിക്കാൻ പറയാം. പാലോ? എനിക്ക് വേണ്ട ആൻറ്റി, അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ നല്ല ഉറക്കം കിട്ടാനായിട്ട് ഈ പാല് കുടിക്കാൻ നല്ല. ഗർഭിണികളെ നന്നായിട്ട് ഉറങ്ങണം, എങ്കിൽ മാത്രമേ നല്ല കുഞ്ഞൊക്കെ ആരോഗ്യമുള്ള കുഞ്ഞൊക്കെ വയറ്റിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്നാലും ആൻറ്റി ഇത്രയും മൊത്തം കുടിക്കും മോളെന്ന് പറഞ്ഞ് കുടിപ്പിക്കുകയാണ്. പകുതി കുടിച്ചു കഴിഞ്ഞപ്പം സരി പറഞ്ഞ്, എനിക്ക് മതി ആൻറ്റി, അത് പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം കുടിക്കണം എന്ന് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് പാല് മുഴുവൻ കുടിക്കുകയാണ്. പിന്നീട് ആൻറ്റി ഞാനിന്ന് ആൻറ്റിയോട് ഇവിടെ കിടന്നോട്ടേ നിൽക്കണം. അതിനെന്താ, മോൾ ഇവിടെ കിടന്നോളാൻ പറയണം. എനിക്കൊരു കൂട്ടായല്ലോ. എത്ര നാളായി മോളോടൊപ്പം ഒന്ന് കിടന്നിട്ട്. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നില്ലേ, എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നേന്നല്ലേ എന്ന് സരയു ചോദിക്കുക. ശരിയാ, പക്ഷേങ്കിൽ ഇപ്പം നിനക്ക് തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന് സരയുവിനോട് ചോദിക്കുന്നത്. ഞാനും ആ ചന്ദ്രസേന എന്ന് പറഞ്ഞാൽ അയാളുമായിട്ട് ഒന്നിച്ചെന്നല്ല നീ വിചാരിച്ചുകൊണ്ടിരുന്നത്, നീ നിന്റെ അമ്മയൊക്കെ. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന് ചോദിക്കുക. അതൊക്കെ മാറി. ഓ ചിലപ്പം ഏട്ടത്തി വന്ന് പറഞ്ഞു കാണുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ വന്ന് പറഞ്ഞു, എനിക്ക് അതോടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. എനിക്കിപ്പോൾ അങ്ങനത്തെ സംശയങ്ങളൊന്നും ഇല്ല ആൻറ്റിയുടെ മേലിൽ എന്ന് പറയണം. പിന്നെ പാല കുടിച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ആൻറ്റിയുടെ മടിയിൽ കിടന്നോട്ടേ നിൽക്കാം. അതിനെന്താ, മോള് കിടന്നോളാൻ പറയണം. അങ്ങനെ സരിയു മടിയിൽ കിടക്കുമ്പോൾ പതുക്കെ തലയിലൊക്കെ ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് രൂപ സരിയുവിൻ്റെ. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻറ്റി ഇപ്പോഴാണ് വീട്ടിലത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. അച്ഛനും അമ്മയും രണ്ടും രണ്ട് വഴിക്കുന്ന രീതിയിലാണ്. എനിക്ക് അവിടെ നിൽക്കുന്ന സമയത്തല്ല എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. മോൾ എന്തിനാ അങ്ങനെ? മോൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നത് മോൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ. വരണം തോന്നും ആൻറ്റി, പക്ഷെ അവറ്റകളുടെ ഒക്കെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് വരാൻ തോന്നില്ല. അവരിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, നീ മോള് വരുമ്പോൾ ഞാൻ അവരെയൊക്കെ പറഞ്ഞു വിടുകയല്ലേ എന്ന് ചോദിക്കുക. അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, മോളിന് അധികാലം ഇവിടെ കാണത്തില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അമേരിക്കയിൽ പോവില്ലേ നീ? അമേരിക്കയിൽ പോവും. അല്ല എന്നെയും കൊണ്ടുപോകും. ആൻറ്റീനെ ഉറപ്പായിട്ടും കൊണ്ടുപോകുന്നു പറയാം. കൊണ്ടുപോടി, നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്ന എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ കൊണ്ടോക്ക്. നീ അമേരിക്കയ്ക്കും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. മനോഹർ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിയുമ്പോഴാണ് നീ ശരിക്കും നിനക്കിട്ട് പണി കിട്ടാൻ പോകുന്നത്. ഇപ്പം നിന്റെ അമ്മയ്ക്ക് കുറച്ച് അടക്കമൊക്കെ ആയി, പക്ഷെ നിനക്ക് അങ്ങനെയല്ല. നിനക്കൊരു എല്ല് കൂടല്ല, അതധികം വൈകാതെ തന്നെ ഒടിഞ്ഞോളൂ എന്ന് രൂപ മനസ്സിൽ പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരിയ പറഞ്ഞു, എനിക്ക് കുറച്ചാൾ മുമ്പ് വരെ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ആൻറ്റി വലുതും പറയുമെന്ന് ഓർത്ത മനഃപ്പുറം വരായിരുന്നു. പിന്നെ മനുവേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു, മനുവേട്ടൻ എപ്പോഴും തിരക്കാന്നേ, ബിസിനസ്സിന്റെ തിരക്കും കാര്യങ്ങളും. മനുവേട്ടനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വെച്ചാൽ മനുവേട്ടൻ പറയും എനിക്ക് തിരക്കാം, മോള് പോയിട്ട് വരാമെന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്പം പിന്നെ ഇങ്ങോട്ട് വരണ്ട വന്നല്ലോ, എനിക്ക് ആൻറ്റീനെ കാണണമെന്ന് തോന്നി, ആൻറ്റീനെ വിളിക്കുകയും കൂടെ ചെയ്തല്ലോ എന്ന് പറയാണ്.
ശരിയെന്ന് പറയണം. അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കണേക്ക് സാരിയോട് എനിക്ക് അപ്പടി ഉറക്കം വരുന്നുണ്ട് അനിതാണ്. എന്തിനെന്താ മോള് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ പതുക്കെ സാരി സൈഡിലേക്ക് കിടക്കുകയാണ്. ഈ സമയം രൂപ പതുക്കെ എഴുന്നേറ്റു. രൂപ പതുക്കെ എഴുന്നേറ്റ് നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിച്ച് പെട്ടെന്ന് രൂപ ശബ്ദം ഉണ്ടാക്കാതെ കഥവ് തുറക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.